നമസ്കാരം. തിരുവനന്തപുരം മേയറായി ശ്രീ വി രാജേഷ് തിരഞ്ഞെടുക്കപ്പെട്ടത് മുതൽ കേരളത്തിൽ ഇന്ത്യ സഖ്യം സ്പോൺസർ ചെയ്ത മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും എല്ലാവരും BJPയെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെയും ഞാൻ പറഞ്ഞു, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അത് ഏത് പാർട്ടിയുമായിക്കൊള്ളട്ടെ, മേയറെയോ പഞ്ചായത്ത് പ്രസിഡന്റിനെയോ ഒക്കെ തീരുമാനിക്കാനുള്ള അധികാരം മാധ്യമങ്ങൾ ദയവ് ചെയ്ത് അതത് രാഷ്ട്രീയ പാർട്ടികൾക്ക് വിട്ടുകൊടുക്കണം. നിങ്ങൾ പ്രഖ്യാപിക്കുന്നവരെ പാർട്ടി പ്രഖ്യാപിക്കണം എന്ന് ശഠിക്കരുത്. ഇനി BJPയിൽ എങ്ങനെയാണ് ഒരാൾ പദവികളിൽ എത്തുന്നത് എന്നുള്ള ചോദ്യത്തിലേക്ക് വരാം. അതിനുള്ള വ്യക്തമായിട്ടുള്ള ഉത്തരം കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ശ്രീ ദിഗ്വിജയ് സിംഗ് തൻ്റെ ട്വിറ്ററിലൂടെ നൽകിയിട്ടുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ആ ചിത്രത്തിൽ കാണുന്നത് ബഹുമാന്യനായ ശ്രീ ലാൽകൃഷ്ണ അഡ്വാനിജിയും മറ്റ് മുതിർന്ന നേതാക്കളും കസേരയിലിരിക്കുമ്പോൾ അതിന് തൊട്ടടുത്ത് മുന്നിൽ നിലത്തിരിക്കുന്ന ശ്രീ നരേന്ദ്രമോദിയാണ്. ദിഗ്വിജയ് സിംഗ് ഈ ചിത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നത്, എങ്ങനെയാണ് ഒരു സാധാരണ RSS BJP പ്രവർത്തകൻ പിന്നീട് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും ഒക്കെ ആകാൻ കഴിയുന്നത് എന്നാണ്. കാരണം കോൺഗ്രസ് പാർട്ടിക്ക് അത് ചിന്തിക്കാൻ പോലും കഴിയില്ല. കോൺഗ്രസ് പാർട്ടിയിൽ ഇതെല്ലാം ആകാനുള്ള ഏക മാനദണ്ഡം നെഹ്റു കുടുംബത്തിൻ്റെയും അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെയും രാഹുലിൻ്റെയും ഒക്കെ പ്രീതി പിടിച്ചു പറ്റുക എന്നത് മാത്രമാണ്. കുടുംബത്തെയും കുടുംബവാഴ്ചയെയും ചോദ്യം ചെയ്താൽ പിന്നെ ആ നേതാവിൻ്റെ കഥ കഴിഞ്ഞു. നമ്മുടെ തിരുവനന്തപുരം MP എങ്ങനെയാണ് കോൺഗ്രസ് കൈകാര്യം ചെയ്യുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. 83 വയസ്സുള്ള മല്ലികാർജുൻ ഖാർഗെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആകുമ്പോൾ 45 വയസ്സ് മാത്രമുള്ള നിതിൻ നബീനാണ് BJPയുടെ വർക്കിംഗ് പ്രസിഡന്റ്. കാരണം നിതിൻ നബീന് ഏതെങ്കിലും രാഷ്ട്രീയ അല്ലെങ്കിൽ രാജകുടുംബത്തിൻ്റെ പ്രീതി ആവശ്യമില്ല. അദ്ദേഹം താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ചു വന്നതാണ്. അതാണ് യോഗ്യത. കോൺഗ്രസ് പാർട്ടിയിൽ അധ്യക്ഷനാക്കാൻ വേറെ ചെറുപ്പക്കാർ ആരും ഇല്ലാത്തത് കൊണ്ടാണോ ജീവിത സായാഹ്നത്തിൽ ശ്രീമാൻ ഖാർഗെക്ക് ഇതേറ്റെടുക്കേണ്ടി വന്നത്? അതല്ല. കാരണം ഖാർഗെ ഗാന്ധി കുടുംബത്തിൻ്റെ വിശ്വസ്തനാണ്. മലയാളിയായ സംഘടനാ ജനറൽ സെക്രട്ടറി ആ പദവിയിലിരിക്കുന്നതിൻ്റെ കാരണവും 10ാം ജൻമത്തിനോടുള്ള വിധേയത്വമാണ് എന്നാണ് ഡൽഹിയിലെ പല സുഹൃത്തുക്കളും പറയുന്നത്. ഈ രാജ്യത്തെ ആകെ സ്വകാര്യ സ്വത്താക്കാൻ ശ്രമിച്ച ആളുകളാണ് നെഹ്റു കുടുംബം. ഇപ്പം തന്നെ ഈ തൊഴിലുറപ്പ് പദ്ധതി മൻരേഗ, ആ പദ്ധതിയുടെ പേരിൽ, അതിൻ്റെ പേരിൻ്റെ പേരിൽ ഇവർ വലിയ കോലാഹലവും ബഹളവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മഹാത്മാഗാന്ധി റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം എന്നായിരുന്നു അതിൻ്റെ നേരത്തെ പേര്. സത്യത്തിൽ ഇവർ ഗാന്ധിജിയുടെ പേരിലല്ല ആശങ്കപ്പെടുന്നത്. കാരണം രാഷ്ട്രപിതാവിൻ്റെ പേരിൽ ലോകരാജ്യങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലും സ്മാരകങ്ങൾ ഉയർത്തിയ സർക്കാർ അതാണ് നരേന്ദ്രമോദി സർക്കാർ. കോൺഗ്രസിൻ്റെ കാലത്തല്ല ഈ പ്രതിമകളൊന്നും പണിതത്. ഇവരാശങ്കപ്പെടുന്നത് നെഹ്റു കുടുംബങ്ങളുടെ പേര് നൽകിയിട്ടുള്ള 100 കണക്കിന് സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങളുടെ പേര് മാറ്റപ്പെടുമോ എന്നുള്ളതാണ്. നമ്മളൊന്ന് ആലോചിക്കണം. 2014 വരെ ഈ രാജ്യത്തെ 58 കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ ഏതാണ്ട് 30ഓളം എണ്ണത്തിന് നെഹ്റു കുടുംബാംഗങ്ങളുടെ പേരായിരുന്നു. ആകെ 4 എണ്ണത്തിനാണ് മഹാത്മാഗാന്ധിയുടെ പേര് നൽകിയിരുന്നത്. ഈ കോൺഗ്രസ്സുകാർ പറയുന്ന വലിയ ഗാന്ധി സ്നേഹമുണ്ടല്ലോ, ആ ഗാന്ധി സ്നേഹം ഇങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. രാജ്യത്തെ ഏതാണ്ട് 400-ലധികം സ്ഥാപനങ്ങൾക്ക് നെഹ്റു കുടുംബാംഗങ്ങളുടെ പേരാണ് ഇവർ നൽകിയത്. ഈ രാജ്യത്ത് മറ്റ് പ്രധാനമന്ത്രിമാരും ഉണ്ടാവാതിരുന്നത് കൊണ്ടല്ലല്ലോ. അവർക്കൊന്നും കൊടുക്കാത്ത പരിഗണന കോൺഗ്രസ് ഭരണകാലത്ത് നെഹ്റു കുടുംബാംഗങ്ങൾക്ക് മാത്രം കിട്ടി. അതാണ് കോൺഗ്രസ്. ഇതെല്ലാം കൊണ്ടാണ് അദ്വാനിജിയുടെ ഇരിക്കുന്നതിൻ്റെ തൊട്ട് മുന്നിൽ താഴെ
നിലത്തിരുന്ന നരേന്ദ്രമോദിയുടെ ചിത്രം കാണുമ്പോൾ ദിഗ്വിജയ് സിംഗിന് അത്ഭുതം തോന്നുന്നു. ഭാരതീയ ജനതാ പാർട്ടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ പ്രധാനമന്ത്രി വരെ ആകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരിഗണന അത് താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ചു വരിക എന്നുള്ളതാണ്. അതേസമയം വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെയൊക്കെ ഈ പാർട്ടി ഉൾക്കൊള്ളും. സമൂഹ നന്മക്കായിട്ട് അവരുടെയെല്ലാം കഴിവുകൾ പ്രയോജനപ്പെടുത്തുകയും ചെയ്യും. ഇത് രണ്ടും ബാലൻസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു സന്തുലനം ചെയ്തുകൊണ്ട് അങ്ങനെ പോകുന്നതാണ് ഇതിൻ്റെ ഫലമായിട്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി നിലകൊള്ളുന്നത്. അതുകൊണ്ട് ഈ ഒരു സാഹചര്യം മാധ്യമങ്ങളും പൊതുജനങ്ങളും തിരിച്ചറിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചാറ്റ് ബോക്സിൽ മെസ്സേജായിട്ടിടണം. ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു.